ഹെഡ് മാസ്റ്റർ ചെറുപ്പക്കാരനായിരുന്നു, കാണാൻ സുന്ദരൻ. എന്നെ നോക്കി പലപ്പോഴും പുഞ്ചിരിക്കും. എനിക്ക് അദ്ദേഹത്തോട് എന്തോ വല്ലാത്ത ഇഷ്ടം തോന്നി. മുതിർന്ന ഒരാളോട് തോന്നുന്ന സ്നേഹമോ ബഹുമാനമോ ആയിരുന്നില്ല അത്. രതിയുടെയും പ്രണയത്തിൻ്റെയും ഒക്കെ ഒരു ആദിരൂപമായി എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയെ കാണാനാണ് ഇന്ന് എനിക്ക് താല്പര്യം. അധ്യാപകന് ഒരു വിദ്യാർത്ഥിയോടുള്ള സ്നേഹമായിരുന്നില്ല ഹെഡ് മാസ്റ്റർക്ക് എന്നെനിക്ക് തോന്നി. ഒരു ദിവസം എന്നെ ഹെഡ് മാസ്റ്ററുടെ ഓഫീസ് മുറിയിലേക്ക് വിളിച്ചു വരുത്തി. ക്ലാസ് നടക്കുന്ന സമയമായിരുന്നതിനാൽ മുറിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഹെഡ് മാസ്റ്റർ എന്നോട് എന്തൊക്കെയോ ചോദിച്ചു. അവ എന്താണെന്ന് ഇപ്പോൾ ഓർക്കുന്നില്ല. എങ്കിലും അവ എൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല. തികച്ചും അനവസരത്തിലുള്ളതും അപ്രസക്തവുമായ എന്തൊക്കെയോ ചെറു ചോദ്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വല്ലാത്ത തിളക്കം. അദ്ദേഹത്തിൻ്റെ കനത്ത നിശ്വാസം മുറിയിൽ ഘാഠമായി നിറഞ്ഞു. എൻ്റെ കൈപിടിച്ച് എന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി. അദ്ദേഹത്തിൻ്റെ മറുകൈ എന്നെ ലാളിച്ചുകൊണ്ടേയിരുന്നു. സുഖവും ഭയവും കലർന്നൊരു മനസ്സോടെ ഞാൻ അനങ്ങാതെ നിന്നു. ഇതൊരു പുസ്തകത്തിലെ ഒരു ആത്മകഥയിലെ ആദ്യ ഭാഗമാണ്. ഈ അടുത്ത ദിവസം ഒരു ക്രൂരമായ വീഡിയോ കണ്ടു. 2 ട്രാൻസ്ജെൻഡറുകളെ ഒരു ഡ്രൈവർ മർദ്ദിക്കുന്നതായിട്ട്. വല്ലാത്ത വിഷമം തോന്നി. അവരുടെ ശരീരമാസകലം നന്നായിട്ട് മുറിവേറ്റിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ FB വാളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വല്ലാത്ത ഖേദം തോന്നില്ല. മനുഷ്യരാണല്ലോ എല്ലാവരും. മനുഷ്യരോട് മനുഷ്യർക്കെന്താ ഇത്ര ക്രൂരത എന്ന് തോന്നിപ്പോയി. അത് അങ്ങനെ കണ്ടപ്പോഴാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ഒരു പുസ്തകത്തെ കുറിച്ച് ഓർത്തത്. ഒരു മലയാളി ഹിജഡയുടെ ആത്മകഥ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. റജീന എന്ന ഒരാളാണ് അത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഈ പുസ്തകം. പബ്ലിഷ് ചെയ്തത് പാപ്പിയറസ് ബുക്സാണ്. ഇതിനെ പ്രസിദ്ധീകരിക്കാൻ മുൻകൈയെടുത്തത്, ഇത് പുസ്തകം തയ്യാറാക്കി വെച്ചത് വിജയൻ കോടഞ്ചേരിയും ബി ഹരിയുമാണ്. ഈ പുസ്തകത്തിലെ ആദ്യ അധ്യായമാണ് ഞാനിന്ന് ഇവിടെ വായിക്കുന്നത്. നിങ്ങളിത് കേൾക്കേണ്ടതാണ്. കാരണം ആണും പെണ്ണുമല്ലാത്ത, 2 വിഭാഗങ്ങളുമല്ലാത്ത മറ്റൊരു വിഭാഗം കൂടി നമുക്കിടയിലുണ്ട്. അവരംഗീകരിച്ചേ പറ്റൂ. ഇതൊരു ചൂഷണ ഉപാധിയായി കാണുന്നവരും എന്നാൽ ഇതിനെ ചൂഷണം ചെയ്യുന്നവരും സമൂഹത്തിലുണ്ട്. കരുതലോടുകൂടി നമുക്ക് കാണാം. എന്നാൽ അവരെ നമുക്ക് ചേർത്ത് പിടിക്കുകയും ചെയ്യാം. മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ വളരെ വേദനാജനകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത്. എല്ലാവർക്കും നവാബ് ജി ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ കമൻറ്റുകൾ ഇൻബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. ഒരു മലയാളി ഹിജഡയുടെ ആത്മകഥ. ഇതിൻ്റെ ആദ്യ അധ്യായത്തിൻ്റെ പേര് ഹെഡ് മാസ്റ്ററുടെ ചുംബനം എന്നാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത്. തൊട്ടടുത്തിരിക്കുന്ന പ്രഭാകരൻ എന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. ഞാൻ പ്രഭയെയും. പ്രഭാകരനെ ഞാൻ അങ്ങനെയാണ് വിളിക്കാറ്. അവനെ ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും. പ്രഭ വെളുത്ത സുന്ദരനാണ്. ഏതൊരു പെൺകുട്ടിയും അവനൊന്ന് നോക്കും. അവൻ്റെ നോട്ടത്തിൽ ഞാൻ പരവശയായി. മേലാസകലം കുളിർ കോരിയിടുന്നത് പോലെ തോന്നും. അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന സമയത്തെല്ലാം അതിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ ഞങ്ങൾ അങ്ങനെ ഇടയ്ക്കിടെ ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ടേയിരിക്കും. എൻ്റെ ദിവാസ്വപ്നങ്ങളിലെല്ലാം പ്രഭയായിരുന്നു. പ്രഭ മാത്രമായിരുന്നു. പ്രഭയുമൊത്തുള്ള എൻ്റെ ജീവിതം എൻ്റെ കൗമാര മനസ്സ് നെയ്തെടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇടയ്ക്കിടെ യാഥാർത്ഥ്യബോധം എന്നെ വേദനിപ്പിക്കാതിരുന്നില്ല. അതെങ്ങനെ സാധ്യമാകും? എൻ്റെ മനസ്സ് എന്നോട് ചോദിക്കും. ചപലമെന്ന് മറ്റുള്ളവർക്ക് തോന്നിയേക്കാവുന്ന എൻ്റെ സ്വപ്നങ്ങളെ അത് വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സ് പെൺകുട്ടിയുടേതാണെങ്കിലും നീ ഒരു ആൺകുട്ടിയാണ്. പ്രഭാകരനും അങ്ങനെ തന്നെ. ആൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്ന ഒരു കാര്യം മറ്റാരെങ്കിലും അറിഞ്ഞാൽ നാണക്കേടല്ലേ? വീട്ടുകാരത് സമ്മതിക്കില്ലല്ലോ. എൻ്റെ സാമൂഹ്യ മനസ്സ് എന്ന യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തിലേക്ക് പിടിച്ചു വലിക്കുമ്പോഴെല്ലാം എൻ്റെ മനോവേദന തീവ്രമാവുകയായിരുന്നു. കാരണം പ്രഭയെ നഷ്ടപ്പെടുമെന്നത് കൊണ്ട് മാത്രമല്ല, എനിക്കൊരിക്കലും ഒരു ആൺകുട്ടിയാകാൻ കഴിയില്ല. ആൺകുട്ടികൾ എന്നെ ആണായി സ്വീകരിച്ചില്ല. പെൺകുട്ടികൾ അവരുടെ കൂട്ടത്തിലും കൂട്ടിയില്ല. ആണോ പെണ്ണോ എന്നറിയാതെ ആൺപെണ്ണായ ഞാൻ കുഴങ്ങി. എൻ്റെ ശരീരം ആൺകുട്ടിയുടേതാണ്.
എന്നാൽ ഓർമ്മയായ നാൾ മുതൽ എൻ്റെ മനസ്സ് ഒരു പെൺകുട്ടിയുടേതായിരുന്നു. 10 മക്കളായിരുന്നു ഞങ്ങൾ. ഞാൻ 6ാമത്തെ ആളാണ്. ഒരിടത്തരം ഹിന്ദു കുടുംബമായിരുന്നു എൻ്റേത്. അച്ഛൻ്റെ ജോലി റെയിൽവേയിലാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പെൺകുട്ടികളുടെ വസ്ത്രങ്ങൾ ധരിക്കാനായിരുന്നു എനിക്കിഷ്ടം. അടുത്താരുമില്ലാത്തപ്പോൾ ഞാൻ ചേച്ചിമാരുടെ വളയും മാലയുമൊക്കെ അണിഞ്ഞ് കണ്ണെഴുതി പൊട്ടുതൊട്ട് കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കും. എൻ്റെ സ്ത്രീ സൗന്ദര്യത്തെ കണ്ണാടിയിൽ കണ്ട് മേലാസകലം കുളിര് കോരി നിൽക്കും. ചേച്ചിമാരുടെ യൂണിഫോമൊക്കെ ഇട്ട് നടക്കുന്നത് കണ്ടാൽ ചേച്ചിമാരും ചേട്ടന്മാരും ചീത്ത പറയും. അതൊക്കെ എന്തുതന്നെയായാലും പതുക്കെ പതുക്കെ ഞാൻ പെൺകുട്ടിയായി മാറുകയായിരുന്നു. അടുക്കള ജോലികൾ ചെയ്യാൻ ഞാൻ വലിയ താല്പര്യമായിരുന്നു. ഭക്ഷണം പാചകം ചെയ്യാൻ സഹായിക്കുവാൻ, പാത്രങ്ങൾ കഴുകാനും തുണികൾ അലക്കിയിടാനും കറിക്ക് അരിയാനുമൊക്കെ എനിക്ക് വലിയ കൊതിയായിരുന്നു. എന്നാൽ വീട്ടിൽ മുതിർന്ന പെൺകുട്ടികൾ ഉണ്ടായിരുന്നതിനാൽ എനിക്ക് ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അടുക്കളയിലൊക്കെ പോകുമ്പോഴേ മുതിർന്നവരുടെ ചീത്തയും കേൾക്കാറുണ്ടായിരുന്നു. ചേട്ടന്മാർ ചിലപ്പോഴൊക്കെ തല്ലാറുണ്ട്. വീട്ടുകാർ എത്ര ഗുണദോഷിച്ചിട്ടും എന്തു കാര്യം, ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിയാകാനല്ലേ കഴിയൂ. എനിക്കറിയാം ഞാനൊരു പെൺകുട്ടിയാണെന്ന്. ദൈവത്തിൻ്റെ നോട്ടപ്പിശക് കൊണ്ടാകാം എനിക്ക് ലഭിച്ചത് ഒരു പുരുഷ ശരീരമായി പോയി. അതിന് ഞാനെന്ത് പിഴച്ചു? ശരീരമൊഴിച്ച് മറ്റെന്തുകൊണ്ടും ഞാനൊരു പെൺകുട്ടിയായിരുന്നു. എൻ്റെ നടത്തം പെൺകുട്ടികളെപ്പോലെ പുസ്തകം മാറത്തടുക്കി അങ്ങനെ കുണുങ്ങി നടക്കുമ്പോൾ ആളുകൾ എന്നെ നോക്കി ഒരുമാതിരി ചിരിച്ചിരിക്കും. നോട്ട് ബുക്കിൽ പൗഡർ കുടഞ്ഞിട്ട് സ്കൂളിൽ കൊണ്ടുപോകും. ഇൻ്റർവെൽ സമയത്ത് ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടാൽ മുഖത്ത് പൗഡറിടും. എൻ്റെ ഫ്രണ്ട്സൊക്കെ പെൺകുട്ടികളാണ്. അവരുമായി കലപില സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ ആൺകുട്ടി എന്ന നിലയിൽ തിരിച്ചറിയുക പ്രയാസമായിരുന്നു. ക്ലാസ്സിൽ എൻ്റെ കണ്ണുകൾ എപ്പോഴും പെൺകുട്ടികളുടെ നേർക്കായിരുന്നു. അവൾ അണിഞ്ഞിരിക്കുന്നത് എങ്ങനത്തെ പാവാടയാണ്, ബ്ലൗസ് തുന്നിയിരിക്കുന്നത് പുതിയ രീതിയിലാണോ എന്നൊക്കെ നോക്കും. അവരുടെ മാലയും വളയുമൊക്കെ ഏതു തരമാണ് എന്ന് നോക്കും. അതൊക്കെ അവരെപ്പോലെ അണിയാൻ കഴിയാത്തതിനാൽ വല്ലാത്ത വിഷമം തോന്നും. എന്നാലും പ്രഭയെപ്പോലെ ചിലരെങ്കിലും എന്നെ പെണ്ണായി തന്നെ സ്വീകരിക്കുന്നുണ്ടല്ലോ എന്നോർക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. പ്രഭയ്ക്ക് മുമ്പും എന്നെ ഒരാൾ ഏറെ സ്നേഹിച്ചിരുന്നു. ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു അത്. ഹെഡ് മാസ്റ്റർ ചെറുപ്പക്കാരനായിരുന്നു, കണ്ണൻ സുന്ദരൻ. എന്നെ നോക്കി പലപ്പോഴും പുഞ്ചിരിക്കും. ഞാനും. എനിക്ക് അദ്ദേഹത്തോട് എന്തോ ഒരു വല്ലാത്ത ഇഷ്ടം തോന്നി. മുതിർന്ന ഒരാളോട് തോന്നുന്ന സ്നേഹമോ ബഹുമാനവുമോ ആയിരുന്നില്ല. രതിയുടെയും പ്രണയത്തിൻ്റെയും ഒക്കെ ഒരു ആദിരൂപമായി എൻ്റെ അപ്പോഴത്തെ അവസ്ഥയെ കാണാനാണ് ഇന്നെനിക്ക് താല്പര്യം. അധ്യാപകന് ഒരു വിദ്യാർത്ഥിയോടുള്ള സ്നേഹമായിരുന്നില്ല ഹെഡ് മാസ്റ്റർക്ക് എന്നോടുണ്ടായിരുന്നത് എന്നെനിക്ക് തോന്നി. ഒരു ദിവസം എന്നെ ഹെഡ് മാസ്റ്ററുടെ ഓഫീസ് മുറിയിൽ വിളിച്ചു. ക്ലാസ് നടക്കുന്ന സമയമായിരുന്നതിനാൽ മുറിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഹെഡ് മാസ്റ്റർ എന്നോട് എന്തൊക്കെയോ ചോദിച്ചു. അവ എന്താണെന്ന് ഇപ്പോഴും ഓർക്കുന്നില്ല. എങ്കിലും എൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല. തികച്ചും അനവസരത്തിലുള്ളതും അപ്രസക്തവുമായ എന്തൊക്കെയോ കുറച്ച് ചോദ്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വല്ലാത്ത തിളക്കം. അദ്ദേഹത്തിൻ്റെ കനത്ത നിശ്വാസം മുറിയിൽ ഗാഠമായി നിറഞ്ഞു. എൻ്റെ കൈപിടിച്ച് എന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി. അദ്ദേഹത്തിൻ്റെ മറുകൈ എന്നെ ലാളിച്ചുകൊണ്ടേയിരുന്നു. സുഖവും ഭയവും കലർന്നൊരു മനസ്സോടെ ഞാൻ അനങ്ങാതെ നിന്നു. അദ്ദേഹം എന്നെ പതിയെ എടുത്തു മടിയിലിരുത്തി. പിന്നീട് ഇത് പലതവണ ആവർത്തിക്കപ്പെട്ടു. സ്കൂൾ അടക്കുന്നതിൻ്റെ തലേന്നാണ് അത് സംഭവിച്ചത്. ബെഞ്ചും ഡെസ്കും പിടിച്ചിടാൻ വേണ്ടി വൈകിട്ട് വീട്ടിൽ പോയതിനു ശേഷം തിരിച്ചു വരണം എന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു. എൻ്റെ വീട് സ്കൂളിന് അടുത്ത് തന്നെയായിരുന്നു. വീട്ടിലെത്തി പുസ്തകവുമൊക്കെ വെച്ച് അമ്മയോട് കാര്യം പറഞ്ഞ് സ്കൂളിലേക്ക് തന്നെ മടങ്ങി. സ്കൂളിലെത്തിയപ്പോൾ ഹെഡ് മാസ്റ്ററും പ്യൂണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ വീട്ടിൽ പോയിരുന്നു. എന്നോട് മാത്രമേ വരാൻ പറഞ്ഞിരുന്നുള്ളൂ എന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ എത്തിയത് കണ്ടപ്പോൾ ഹെഡ് മാസ്റ്റർ പ്യൂണിനെ പുറത്തു വിട്ടു. ഓഫീസ് മുറിയിൽ ഞാനും ചെറുപ്പക്കാരനായ ഹെഡ് മാസ്റ്ററും മാത്രമായി. ഞങ്ങൾ തനിച്ചാകുമ്പോൾ മാത്രം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കാണാറുള്ള ആ തിളക്കം വീണ്ടും. അദ്ദേഹം എന്നെ ചേർത്തണച്ചു. കനത്ത നിശ്വാസം എൻ്റെ കവിളിൽ പതിഞ്ഞു. കവിളിൽ കഴുത്തിലും നീണ്ട ചുംബനങ്ങൾ അരിച്ചു നീങ്ങി. അദ്ദേഹത്തിൻ്റെ കൈകൾ എന്നിൽ സുഖകരമായ ഇക്കിളിയുണർത്തി. വന്യമായ ആസക്തി നിറഞ്ഞ പുരുഷത്വം എന്തെന്ന് ഞാൻ ആദ്യമായി അറിഞ്ഞത് അന്നാണ്. സന്ധ്യയാകാറായപ്പോഴാണ് ഞങ്ങൾ മടങ്ങിയത്. ഒഴിവുകാലമായതിനാൽ വല്ലാത്ത വിഷമമായിരുന്നു. ഹെഡ് മാസ്റ്ററെ കാണണം എന്നൊരു തോന്നൽ എപ്പോഴും മനസ്സിൽ. ഏതോ നഷ്ടബോധത്തോടെ ഉപേക്ഷിക്കപ്പെട്ടവളുടെ വ്യഥയോടെ ഞാൻ വീട്ടിലിരുന്നു. ഒന്നിലും ഒരു ഉത്സാഹവും തോന്നിയില്ല. എന്നാൽ ഒരാശ്വാസമായി ഹെഡ് മാസ്റ്റർ ഇടയ്ക്കൊക്കെ സ്കൂളിൽ വരുമായിരുന്നു. വീടിനടുത്തുകൂടിയാണ് അദ്ദേഹം സ്കൂളിലേക്ക് പോകുന്നത്. പോകുമ്പോൾ വഴിയിൽ വെച്ച് സ്കൂളിലെത്താൻ എന്നോട് പറയുമായിരുന്നു. ഞാൻ ഏറ്റവും ഉത്സാഹത്തിൽ സ്കൂളിലേക്ക് ഓടും. ഓഫീസ് മുറിയിൽ നിറഞ്ഞ സുരക്ഷിത ബോധത്തോടെ ഞാൻ അദ്ദേഹത്തിൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കും. പതിയെ ഞങ്ങളെല്ലാം പങ്കുവെക്കും. ഏറെ കഴിഞ്ഞാണ് മടങ്ങുക.
ആ ബന്ധം 4ാം ക്ലാസ് കഴിഞ്ഞ് എന്നെ അടുത്തുള്ള ഒരു കോൺവെൻറ്റ് സ്കൂളിലാക്കുന്നതുവരെ തുടർന്നു. പിന്നീട് ഞങ്ങൾക്ക് ഒത്തുചേരാൻ അവസരം ലഭിച്ചതേയില്ല. കൗമാരം കടന്നു കഴിഞ്ഞിട്ടും ഞാൻ അദ്ദേഹത്തെ ഓർക്കാറുണ്ടായിരുന്നു. ബാല്യകാലത്തിലേക്ക് മനസ്സ് പോകുമ്പോഴൊക്കെ മാഷ് എന്നിൽ ഒരു വസന്തത്തിൻ്റെ ഓർമ്മയായി കാണാറുണ്ടായിരുന്നു. പിന്നീട് അറിഞ്ഞു അദ്ദേഹം അധ്യാപനം ഉപേക്ഷിച്ച് വിദേശത്ത് എവിടെയോ ഒരു ഉന്നത ഉദ്യോഗം തേടിപ്പോയെന്ന്. ഹിജഡയുടെ ജീവിതം സ്വീകരിച്ചതിന് ശേഷം ഒരിക്കൽ ബാംഗ്ലൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ ഒരു സുഹൃത്തിനെ യാത്രയാക്കാൻ ചെന്നതായിരുന്നു ഞാൻ. ട്രെയിൻ മെല്ലെ നീങ്ങി തുടങ്ങിയപ്പോൾ തിരിഞ്ഞു നടക്കുകയായിരുന്നു. അപ്പോൾ പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് അഭിമുഖമായി നടന്നു വന്നയാളുടെ മുഖം പെട്ടെന്ന് മനസ്സിൽ തറഞ്ഞു. എൻ്റെ ഹെഡ് മാസ്റ്റർ, എൻ്റെ ആദ്യത്തെ പുരുഷൻ. പുറത്തറിയിക്കാനാവാത്ത ഒരു ആഹ്ലാദം എന്നിൽ പൂവിട്ട് വിടർന്നു. പൂമണം പേറി നിന്നു. ഞാൻ ഓടി അദ്ദേഹത്തിനടുത്ത് ചെന്നു. മാഷേ, എന്നെ ഓർമ്മയില്ലേ? അദ്ദേഹം എന്നെ നോക്കി. ഏറെ പരിചിതമായ ഒന്നിനെ തിരിച്ചറിഞ്ഞതിൻ്റെ ആഹ്ലാദത്തിൽ വിടർന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ ഞാൻ കണ്ടു. എന്നാൽ ഒരു മാത്രമേ ആ തിളക്കം അവിടെ കണ്ടുള്ളൂ. അതിനിടയ്ക്ക് തന്നെ എൻ്റെ വസ്ത്രധാരണയിലൂടെ എൻ്റെ പുതിയ ജന്മത്തെയും പുതിയ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ കണ്ണുകളും മനസ്സും തിരിച്ചറിഞ്ഞു. മാന്യന്മാരിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു ഭയമായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ. മാഷേ, എന്നെ ഓർമ്മയില്ലേ? ഞാൻ ഒന്നും മിണ്ടാതെ നിന്ന അദ്ദേഹത്തെ എൻ്റെ ചോദ്യമുണർത്തി. എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ച അദ്ദേഹത്തിൽ നിന്ന് വിക്കി വാക്കുകൾ പുറത്തു വന്നു. എനിക്ക് അറിയില്ല മാഷെ, സോറി, ഞാൻ നിങ്ങൾ വിചാരിച്ച ആളല്ല. ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ തറച്ചിറങ്ങുകയായിരുന്നു. എന്നെ അത്രമേൽ സ്നേഹിച്ച ഒരാൾ എന്നെ അറിയില്ല എന്ന് പറയേണ്ടി വരുന്ന അത്ര നികൃഷ്ടമായതാണോ ഈ ജീവിതം? ഏറെ കടുത്ത സങ്കടത്താൽ ഹൃദയം വിറങ്ങലിച്ചു. തൊണ്ടയിലും നെഞ്ചിലും ഗദ്ഗതം വിങ്ങി. എനിക്ക് ഒന്നും വേണ്ടല്ലോ, ഒന്നും എങ്കിലും എന്നെ അറിയില്ല എന്ന് പറയാനല്ലേ മാഷെ എന്ന് എൻ്റെ ഹൃദയം മൂഖമായി വിലപിച്ചതല്ലാതെ ഒന്നും പറയാനാവാതെ ഞാൻ നിശബ്ദയായി നിന്നുപോയി. മാഷ് എന്നെ കടന്ന് മെല്ലെ നടന്നു. എന്നാൽ പെട്ടെന്ന് ഓടിയകലാൻ കഴിയാത്ത അദ്ദേഹത്തിൻ്റെ നടത്തം ഏറ്റവും പതുക്കിയായി. പിന്നെ മുന്നോട്ട് ഒട്ടും നീങ്ങാതെ കഴിയാത്തതുപോലെ നിന്നു. ഞാൻ യാന്ത്രികമെന്നോണം നടന്നു അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. അദ്ദേഹത്തിൻ്റെ കൈകളിൽ പിടിച്ച് ദീനയായി ഞാൻ ചോദിച്ചു, മാഷിന് എന്നെ? വികാരവിക്ഷോഭത്താൽ എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. മാഷ് എന്നെ അറിയാമെന്ന മട്ടിൽ തലയാട്ടി. ആദ്യം എന്നെ നിഷേധിക്കേണ്ടി വന്നതിൻ്റെ മനോവേദന അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. ജന്മനാട്ടിൽ നിന്നും ഏറെ അകലെ അപരിചിതരുടേതായ ഈ നഗരത്തിൽ വെച്ച് എന്നെ അറിയില്ലെന്ന് പറഞ്ഞ് കടന്നു പോകാൻ മാത്രമുള്ള ആത്മബലം എനിക്കുണ്ടോ എന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. സമൂഹത്തിൻ്റെ പരുഷമായ കണ്ണുകളും ആത്മാവിൻ്റെ സത്യസന്ധമായ വിളിയും തമ്മിലുള്ള വടംവലിയിൽപ്പെട്ട തീക്ഷ്ണമായ വേദനയിൽ പിടയുന്ന ഒരു മനസ്സിനെ തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞു. എൻ്റെ മാഷിന് എന്നെ അങ്ങനെ അവഗണിച്ച് കടന്നു കളയാൻ കഴിയില്ല എന്നുള്ള എൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതായിരുന്നു മാഷിൻ്റെ മുഖത്ത് വീണ്ടും തെളിഞ്ഞ ആ പഴയ പുഞ്ചിരി. ബാംഗ്ലൂരിൽ എത്താനിടയായ സാഹചര്യത്തെക്കുറിച്ച് മാഷ് പറഞ്ഞു. അമേരിക്കയിലാണ് ജോലി. ലീവിന് വന്നതാണ്. വ്യക്തിപരമായ പല ആവശ്യങ്ങൾക്കായി ബാംഗ്ലൂരിലേക്ക് വന്നതാണ്. പിന്നെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു. അടുത്ത ദിവസം സമയമുണ്ടെങ്കിൽ ഒന്നവിടം വരെ വരണമെന്നും പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അന്ന് ഞങ്ങൾ പിരിഞ്ഞു. തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ മാഷ് പറഞ്ഞ ഹോട്ടലിൽ ഞാനെത്തി. ഞങ്ങൾ പഴയ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ബാംഗ്ലൂരിൽ എത്തുന്നതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാഷിനോട് വിശദമായി പറഞ്ഞു. അതിനിടയിൽ മുറിയിൽ ഭക്ഷണമെത്തി. ഭക്ഷണം കഴിഞ്ഞും ഞങ്ങൾ ഏറെ നേരം സംസാരിച്ചു. ഒടുവിൽ പറയാനുള്ളതെല്ലാം ഒരുവിധം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഭാരമൊക്കെ പോയി. പെയ്തൊഴിഞ്ഞ ആകാശത്തിൻ്റെ തെളിച്ചത്തോടെ ഞങ്ങളിരുന്നു. മാഷെന്നെ നോക്കി. പഴയ പള്ളിക്കൂടത്തിലെ ഓഫീസ് മുറിയിലെ തിളങ്ങുന്ന കണ്ണുകളുള്ള ചെറുപ്പക്കാരൻ പുനർജനിക്കുന്നു. എൻ്റെ കവിളിൽ കനത്ത നിശ്വാസങ്ങൾ പതിഞ്ഞു. നിമിഷങ്ങൾക്കകം ഞാൻ വർഷങ്ങൾക്ക് പിറകിലേക്ക് വന്ന് അനുസരണയുള്ള ബാലനായി. മാഷിൻ്റെ കുസൃതികൾക്ക് വേണ്ടി ആകാംക്ഷഭരിതനായി കഴിഞ്ഞിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ നേരമേറെയായി. ഇന്നിനി ഇവിടെ കഴിയാം എന്നായി മാഷ്. അന്ന് രാത്രിയിൽ ഏറെ കഴിഞ്ഞാണ് ഞങ്ങൾ ഉറങ്ങിയത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്നെ നിഷേധിക്കേണ്ടി വന്നതിൻ്റെ മനോവേദന അദ്ദേഹം തീർത്തത് തീരാത്ത ആശ്വാസ തലോടലിലൂടെയായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ മടങ്ങി. ഞാൻ ആൽസൂറിലെ എൻ്റെ ഹമാമിലേക്കും മാഷ് നാട്ടിലേക്കും. പിന്നീട് മാഷിനെ ഇന്നുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്തെങ്കിലും മാഷിനെ കാണാൻ കഴിയുമോ? വെറുതെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം. മനുഷ്യനിൽ അന്തർലീനമായ ചില വികാരങ്ങളെയാണ് ഈ അധ്യായത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. ഗുഡ് ബൈ.